നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ വാഹനം തകർന്ന സംഭവം. അതിൽ ആ വാഹനത്തിന്റെ ഉടമകൾ അവർക്ക് നഷ്ടപരിഹാരം കിട്ടിയില്ല, അവരെ വലിയ രീതിയിൽ അത് ബാധിക്കുകയുണ്ടായി. ഈ റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. ഇപ്പോഴിതാ ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധത്തിനിടെ CPM തല്ലിത്തകർത്ത കാർ നന്നാക്കുമെന്ന വാഗ്ദാനം പാലിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CPM നന്നാക്കുമെന്ന വാഗ്ദാനം നൽകിയെങ്കിലും അത് മറന്നു. അവരത് പിന്നീട് നടപടികളുമായി മുന്നോട്ട് പോയില്ല. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ തകർന്ന 3 കാറുകൾ നന്നാക്കാൻ ഡ്രൈവർമാർക്ക് ED സാമ്പത്തിക സഹായം നൽകി. 3 കാറുകളിൽ ഏറ്റവും കൂടുതൽ കേടുപാടുകൾ ഉണ്ടായത് ശ്യാംരാജിന്റെ കാറിനാണ്. ശ്യാംരാജിന് 1 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം കൈമാറിയത്. 3 ദിവസം മുൻപ് ശ്യാംരാജ് തന്റെ കാർ കിളിമാനൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. മറ്റ് 2 ഡ്രൈവർമാർക്കും വർക്ക്ഷോപ്പിൽ ചെലവായ തുക മുഴുവനായി നൽകി. തകർന്ന കാർ നന്നാക്കാൻ പണമില്ലാതെ പെയിന്റിംഗ് ജോലിക്ക് പോകേണ്ടി വന്ന ശ്യാംരാജിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. ശ്യാംരാജ് തിരുവനന്തപുരം നഗരത്തിൽ ടാക്സി ഓട്ടം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. മറ്റ് 2 കാറുകൾക്കും ഇൻഷുറൻസ് തുകയ്ക്ക് ശേഷം അറ്റകുറ്റപ്പണിക്ക് ചെലവായ പണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയത്. മെയ് 27-ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടാകുന്നു. 3 കാറുകൾ തകരുന്നു. കാറിന്റെ ചില്ല് തെറിച്ച് ശ്യാംരാജിന്റെ കണ്ണിനും പരിക്കേറ്റിരുന്നു. തൊഴിലാളിയുടെ ജീവിതമാർഗം ഇല്ലാതാക്കിയതിൽ പാർട്ടിക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്നും ഡ്രൈവറുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഇടപെടുമെന്നുമായിരുന്നു അന്ന് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയായിരുന്ന A റഹീം MP പ്രഖ്യാപിച്ചത്. എന്നാൽ സംഭവം നടന്ന് 1.5 മാസത്തോളം പിന്നിട്ടും CIT ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ ശ്യാംരാജിനെ സഹായിക്കാൻ CPM നേതൃത്വം തയ്യാറാകുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. കാർ പുറത്തിറക്കാനുള്ള സാമ്പത്തിക സഹായം എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകി. അതിൽ വലിയ ആശ്വാസമുണ്ട് എന്നും ശ്യാംരാജ് പ്രതികരിക്കുകയുണ്ടായി. ആക്രമണത്തിൽ തകർന്ന മറ്റ് 2 കാറുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഇൻഷുറൻസിന് പുറമെ ചെലവായ തുക നൽകുമെന്നും ED അറിയിച്ചിരുന്നു. പക്ഷേ ആക്രമണത്തിന്റെ 2 ദിവസം മുൻപ് ഫിറ്റ്നസ് തീർന്നതിനാൽ ശ്യാംരാജിന്റെ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയില്ല. അതിനാൽ ആവശ്യമായ തുക കൈമാറുമെന്നും രേഖകൾ സഹിതം അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ED ഡെപ്യൂട്ടി ഡയറക്ടർ S സിമി നേരത്തെ അറിയിച്ചിരുന്നു. എന്തായാലും ആ തുക ഇൻഷുറൻസിൻ്റെ ചില സങ്കീർണതകൾ, ചില തടസ്സങ്ങളൊക്കെ മുന്നിലുണ്ടായിരുന്നെങ്കിലും അതെല്ലാം മറികടന്ന് ED തുക നൽകിയിരിക്കുകയാണ്. ശ്യാംരാജിന്റെ അടക്കം 3 ടാക്സികളായാണ് ED സംഘം മെയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിന് പോയത്. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ കൂടുതൽ കേടുപാടുണ്ടായത് ശ്യാംരാജിന്റെ വാഹനത്തിനായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി ചെലവായ 1 ലക്ഷം രൂപ നൽകാൻ കഴിയാത്തതിനാൽ കാർ പുറത്തിറക്കാനാകാത്ത അവസ്ഥയായിരുന്നു. സംഭവം നടന്ന് 1 മാസം പിന്നിടുകയും സഹായ വാഗ്ദാനം പാലിക്കാത്തത് വാർത്തയാകുകയും ചെയ്തിട്ടും പാർട്ടി പ്രവർത്തകൻ കൂടിയായ ശ്യാംരാജിനെ ബന്ധപ്പെടാൻ CPM നേതൃത്വം തയ്യാറായില്ല എന്നത് വളരെയധികം വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെട്ടിരുന്നു. ED ആക്രമണ കേസ് നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ സഹായിക്കുന്നത് കേസിനെ സ്വാധീനിക്കലാകുമെന്ന വിചിത്ര മറുപടിയായിരുന്നു നേതാക്കൾ നൽകിയത്. എന്തായാലും സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. മെയ് 27-നാണ് ഈ ആക്രമണം ഉണ്ടായത്. 3ഓളം കാറുകളാണ് തകർക്കപ്പെട്ടത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്.
മൂന്ന് വണ്ടി അച്ഛനെ ഹലോ മൂന്ന് വണ്ടി അച്ഛനെ ഹലോ